കർത്താവിന്റെ മഹത്വം. മത്തായി സുവിശേഷം 23:3. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. കർത്താവിൽ പ്രിയരെ, പ്രസംഗവും ജീവിതവും ഒത്തുപോകുന്നതായിരിക്കണം ദൈവദാസന്മാരുടെ സ്ഥിരമായ ലക്ഷ്യം. അതിൽ ചിലപ്പോഴെല്ലാം അവരൊരു പരാജയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മോശൈക ന്യായപ്രമാണങ്ങൾ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ സ്വയം അനുസരിച്ചില്ലെങ്കിൽ പോലും അത് ഇസ്രായേൽ അനുസരിക്കുവാൻ കടംപെട്ടവരാണ്. എന്തെന്നാൽ തിരുവെഴുത്തിന് മാറ്റം വരുന്നില്ല. ചിലരതിനെ തിരസ്കരിച്ചാലും വചനം ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് വായിക്കുന്നില്ലേ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുക. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ അറിയുക, അതിൽ തുടരുക. അനുഗ്രഹം നിശ്ചയം. കർത്താവ് സഹായിക്കട്ടെ.